നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഡേവിഡ് കറ്റാലയെ പുറത്താക്കിയ വിവരം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു ലോകത്തെ. നേരത്തെ തന്നെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു കറ്റാലയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കും എന്നത്. അതിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ്. പകരം ആഷ്ലി വെസ്റ്റ്വുഡ്, അതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്, ആഷ്ലി വെസ്റ്റ്വുഡിനെ തന്നെയാണ് കോച്ചായി നിയമിച്ചിരിക്കുന്നത്. ഈ സീസൺ അവസാനിക്കുന്നത് വരെയായിരിക്കും വെസ്റ്റ്വുഡിൻ്റെ കാലാവധി. തൽക്കാലം ഈ സീസൺ അവസാനിക്കുന്നത് വരെയാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഈ സീസൺ അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 കളി കഴിഞ്ഞു, ഇനി 7 കളികൾ കൂടി ബാക്കിയുണ്ട്. ഈ 7 കളികൾക്കാണ് വെസ്റ്റ്വുഡിനെ തൽക്കാലം കോച്ചായി നിയമിച്ചിരിക്കുന്നത്. 6 എണ്ണത്തിൽ ഇപ്പോൾ കറ്റാലയുടെ കീഴിൽ 6 കളി കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 5ലും തോറ്റിരുന്നു. ഏക ആശ്വാസം എന്ന് പറയുന്ന 1 പോയിന്റ് കിട്ടിയ ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ളൊരു സമനിലയാണ്. അതുകൊണ്ട് തന്നെയാണ്, അത്രയും ദയനീയമായ പ്രകടനം ആയതുകൊണ്ട് തന്നെയാണ് കറ്റാലയെ പുറത്താക്കിയത്. നിലവിൽ വെസ്റ്റ്വുഡ് നേരത്തെ ബംഗളൂരു FC-യെ വലിയ ടീമായി മാറ്റിയ ഒരു കോച്ചാണ്. 2 ലീഗ് കിരീടങ്ങൾ, ഐ ലീഗ് കിരീടങ്ങളും ഫെഡറേഷൻ കപ്പും ഒക്കെ നേടിക്കൊടുത്ത കോച്ചാണ്. പിന്നീട് ATKയുടെ മാനേജറായും പിന്നെ അതിനുശേഷം പഞ്ചാബ് FC-യിലും ഒക്കെ പ്രവർത്തിച്ച പരിചയമുള്ള വെസ്റ്റ്വുഡ് അന്താരാഷ്ട്ര തലത്തിൽ അഫ്ഗാനിസ്ഥാനെയും ഹോങ്കോങ്ങിനെയും പരിശീലിപ്പിച്ച കോച്ചാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ അനുഭവ സമ്പത്തുള്ള ഒരു കോച്ച് തന്നെയാണ് വെസ്റ്റ്വുഡ്. ആ വെസ്റ്റ്വുഡ് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു കളി കാഴ്ചവെക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെസ്റ്റ്വുഡിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ കൂടി മെച്ചപ്പെട്ട കളികൾ കളിക്കുകയും ബാക്കി 7 കളികളിൽ എല്ലാം തന്നെ നല്ല മികച്ച കളി പുറത്തെടുക്കുകയും ചെയ്യും. കാരണം വെസ്റ്റ്വുഡിന് ഇന്ത്യൻ സാഹചര്യങ്ങൾ നന്നായി അറിയാം. ഇന്ത്യയിലെ ക്ലബ്ബുകളെ നന്നായി പരിശീലിപ്പിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലും അദ്ദേഹം നടപ്പിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വെസ്റ്റ്വുഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച്. ഡേവിഡ് കറ്റാലയെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കിയിരിക്കുന്നു.